എല്ലാവർക്കും നമസ്കാരം. ആസ്റ്റാരത്തിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Wands, Judgment, Two of Cups, Strength card, Six of Swords, Nine of Pentacles. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ജഡ്ജ്മെന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളെ തേടി അംഗീകാരം എത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും തൃപ്തിയാകുന്നില്ല, എന്തൊക്കെ ചെയ്താലും ആ ഒരു വ്യക്തി ചെയ്തത് മതിയായില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പ്രൊമോഷനോ ശമ്പള വർധനോ ഇതൊക്കെ തടഞ്ഞു വയ്ക്കുന്നു. ഇതൊന്നും മുന്നോട്ടേക്ക് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒന്നും തന്നെ തരുന്നില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു അന്തരീക്ഷത്തിലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ചുവടുപടിയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷം ചുറ്റുപാടും മാറുകയാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ളത് അല്ലാത്തതിലേക്ക് വരാം. ആദ്യം ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ മേലധികാരി ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷെ പ്രൊമോഷൻ കിട്ടിയിട്ടായിരിക്കും, എന്നാലും പ്രൊമോഷൻ ട്രാൻസ്ഫറോട് കൂടിയിട്ടുള്ള പ്രൊമോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു ഓഫീസിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോവുകയും പുതിയൊരു വ്യക്തി വരികയും ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അപ്രീഷിയേറ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യത്തെ ചുവട്ടുപടി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഒരു വ്യക്തി വരികയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇത്രയും നാളുകളായിട്ട് നിങ്ങൾക്കൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ആയിട്ടില്ല, ശമ്പള വർധനവില്ലാത്തത് ആ ഒരു വ്യക്തി ഇടപെട്ടിട്ട് കാര്യങ്ങൾ നേരെയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുടുംബ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും. അതായത് നിങ്ങൾ ചിലപ്പോൾ പൊളിറ്റിക്സിലുള്ള ഒരു വ്യക്തിയാണ്, പൊളിറ്റിക്സിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു മാസം അതിന് സാധ്യതയുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാർട്ടി മാറുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയും പാർട്ടിയിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണിത്. അതിനെ ശ്രമിക്കാവുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അത് സ്വാർത്ഥതയല്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ മുതലെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങൾ സ്വയം സെൽഫ് ലവ് ആണ് അവിടെ ഉള്ളത്. അത് സ്വാർത്ഥതയൊന്നും ഒരിക്കലും അല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും, മാതാപിതാക്കളോ സഹോദരങ്ങളോ, നിങ്ങളുടെ ഏതെങ്കിലും സഹോദരനോ സഹോദരിയായിരിക്കും. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര ചെയ്താലും മതിയാവുന്നുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നതിന്റെ ഇടയിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ എങ്കിൽ അവരുടെ ജീവിതം, അതായത് നിങ്ങൾ വിവാഹം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെയും വിവാഹം കഴിഞ്ഞ കുട്ടികളുണ്ടായിട്ടും നിങ്ങൾ അവരെ നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ബാധ്യതയോ അതിനുള്ള ഒരു അവകാശമോ അതിനുള്ള അർഹതയോ അവർക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോഴും ആ ഒരു ഇതെന്റെ കടമയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കടമ നിങ്ങൾക്കില്ല. കാരണം അവരൊരു സ്വന്തമായിട്ട് ജീവിതം തുടങ്ങിയപ്പോൾ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ആ ഒരു വ്യക്തിക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ അത് മനസ്സിലാക്കിയ നന്ന്. അത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ സ്വയം തിരുത്തുന്ന സാഹചര്യം. അതേപോലെ ചില അയൽവാസികളോ മറ്റുള്ളവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അപ്പൊ അതായത് നിങ്ങൾക്ക് ഒരു ശല്യമായിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊക്കെ മാറിപ്പോകുന്ന ഒരു അന്തരീക്ഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷവും സമാധാനവും നിങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ടു ഓഫ് കപ്സ് എനർജി ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്.
വിവാഹം സാധ്യമാകുന്ന ഒരു സമയമാണ്. ചില ആളുകൾ പ്രണയത്തിൽ വീഴുന്നുണ്ട്, മറ്റു ചിലർ അറേഞ്ച് മാരേജ് ആയിരിക്കാം, പ്രപ്പോസൽ വരുന്നുണ്ട്. പ്രപ്പോസൽ പല രീതിയിലായിരിക്കും. ഒരു റൊമാൻറ്റിക് ലവ് ലെറ്റർ അല്ലെങ്കിൽ പ്രണയം ഒരാൾ നിങ്ങളോട് പറയുന്നതോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജിന്റെ ഒരു പ്രപ്പോസൽ ആയിരിക്കാം വരുന്നത്. ഏത് രീതിയിലാണെങ്കിലും പ്രണയം പിന്നീട് അത് വിവാഹത്തിൽ കലാശിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷനോ ആവാം സൂചിപ്പിക്കുന്നത്. അപ്പോ അത് ഇപ്പോ കാണുന്നുണ്ട്. വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് എത്തുന്നു. വിവാഹം നടക്കുന്നതായിട്ടില്ല, മറിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു. മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ വിവാഹം നടക്കുന്ന രീതിയിൽ ദൈവിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള സമയമാണ്. അപ്പോ ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിക്കുക, ആരാധനാലയങ്ങള്, വഴിപാടുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ മറ്റുള്ളവർക്ക് ആതുര സേവനം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് സഹായം നൽകുക, അനാഥാലയങ്ങള്, ഓർഫനേജസിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അനാഥ മന്ദിരങ്ങളോ വൃദ്ധസദനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, യത്തീം ഖാനയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങൾ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങുന്നുണ്ടാവാം കാര്യങ്ങൾ. അപ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു സാഹചര്യം നിങ്ങളിപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭാഗ്യമുള്ള സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം നടന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കാര്യമൊക്കെ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു മാസം ഒത്തിരി ഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചെറിയ കാര്യങ്ങളിലൂടെ ആണെങ്കിലും, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കാവുന്നതാണ്. അതേപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. മെഡിസിന് പഠിക്കുന്നവരാണെങ്കിലും ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മെഡിസിന് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും പ്രാക്ടീസിങ് ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ അടുത്തൊരു പടി എന്തെങ്കിലും ഒരു പുതിയൊരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനും ഒരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. 6 of Swords and 9 of Pentacles എനർജിയാണ്. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം എന്ന് പറഞ്ഞു, അതിനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ചില ആളുകൾ പഠിക്കുന്നതിനായിട്ട് ഇപ്പം MD FRCS പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ മെഡിസിനിൽ ഡോക്ടറേറ്റ് PhD എടുക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നേറുന്ന ഒരു സാഹചര്യം, വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഒത്തിരി ഊന്നൽ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സമയത്ത് കാണിക്കുക. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട്, മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, ഫിനാൻസ് പോലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരിക്കാം, CA ആയിരിക്കാം, അക്കൗണ്ടന്റ് ആയിരിക്കാം, അതുപോലെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതകളുണ്ട് നിങ്ങൾക്ക്. അതേപോലെ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ അതായത് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഷെയർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ, ബിറ്റ് കോയിൻസോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ സാധ്യതകൾ ഉണ്ട് എങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ്. പറ്റിയ ആളുകളും അതിനെക്കുറിച്ച് അറിവുള്ളവരും ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറിവുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് പോകുക. അതായത് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പോലെ അഡ്വൈസ് കൊടുക്കുന്ന കൺസൾട്ടൻസ് അതുപോലുള്ള ആളുകളായിട്ട് സംസാരിക്കുക, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനായിട്ട് സംസാരിച്ചിട്ട് എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിവുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും. ചില ആളുകൾ വിദേശത്തേക്കുള്ള എന്തോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് ധനം വരുന്ന സാഹചര്യമുണ്ട്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച സാധ്യതകളുണ്ട്. പുറത്തുനിന്ന് ധനം വരുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് ധനം ലഭിക്കുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ച്
കുറച്ച് എക്സസൈസ്, ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യുക, ആക്റ്റീവായിട്ടിരിക്കുക, ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. അല്ലാതെ ഒത്തിരി അതായത് നിങ്ങളുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ ഇരിക്കാൻ കുറച്ചുകൂടി ആക്റ്റീവായിരിക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നതും നല്ലതായിരിക്കും. അതെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.